ഹലോ എവരി വൺ. ഞാനിപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഫോക്സ്വാഗൻ പോളോയുടെ 1 ലിറ്റർ വരുന്ന പുതിയ പെട്രോൾ എഞ്ചിനാണ്. സോ ഫോക്സ്വാഗൻ്റെ പോളോ 1.2 ലിറ്റർ യൂസ് ചെയ്യുന്ന മിക്ക കസ്റ്റമേഴ്സിനുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. മൈലേജ് കുറവാണ്, കമ്പാരിറ്റീവ്ലി എന്താ പറയുക, 13 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുള്ളൂ, 10 കിട്ടുന്നുള്ളൂ എന്നൊക്കെയുള്ള പരാതികളുണ്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഡീസൽ വില പെട്രോൾ വിലയായിട്ട് ഒരുപാട് എന്താ പറയുക ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പെട്രോളിന് ഇപ്പോൾ ഏകദേശം 80 വരുന്നുണ്ട്, ഡീസലിന് ഏകദേശം അതിനോട് അടുപ്പിച്ച് തന്നെ വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പോളോ ഇപ്പോൾ 1 ലിറ്റർ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മൈലേജ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് സിറ്റി ഡ്രൈവിലാണെങ്കിൽ ഒരു 16-17 മൈലേജ് അടുപ്പിച്ച് പോളോയ്ക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്ത് ആക്സലറേഷൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തായാലും 15 കൺഫേം ആയിട്ടും കിട്ടുന്നുണ്ട് സിറ്റി ഡ്രൈവിൽ. ലോങ് ഡ്രൈവിലാണെങ്കിൽ 20+, 21 അല്ലെങ്കിൽ അതിന് മേളിലോട്ട് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത ഒരു വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ അപ്പം ഒരു പെട്രോൾ വണ്ടി ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും മെയിൻ്റനൻസ് കോസ്റ്റും കുറവായിരിക്കും. പോളോ പെട്രോളിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു ഇയറിൽ 8,500 ആ റേഞ്ചേ വരുന്നുള്ളൂ. ഇടയ്ക്ക് സർവീസ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഡീസൽ വണ്ടി ഓട്ടം കുറവുള്ള ആൾക്കാർക്ക് പെട്രോൾ എടുത്താൽ അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്, മെയിൻ്റനൻസ് കോസ്റ്റും കുറവാണ്, ഒരുപാട് സേഫ്റ്റി ഉള്ളൊരു വണ്ടിയാണ് ഫോക്സ്വാഗൻ്റെ പോളോ. അതുകണക്ക് തന്നെ എന്താ പറയുക, മൈലേജാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മൈലേജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പം എങ്ങനെയാണെങ്കിലും ഒരു 19 മൈലേജ് ഒരു ആവറേജ് ട്രാഫിക്കിൽ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് അടുത്തറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഒരു 10-30 കിലോമീറ്ററെങ്കിലും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എത്രത്തോളം മൈലേജ് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് നോക്കാം. സോ ഇപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി 1 ലിറ്റർ പോളോ തന്നെയാണ്. അപ്പോൾ അത് ഫേക്കായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അല്ല. നിങ്ങൾക്ക് RPM മീറ്റർ നോക്കി അറിയാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലുള്ള മീറ്ററിൽ 8, അതായത് 8,000 RPM വരുന്നത് പെട്രോൾ വണ്ടിക്കാണ് പോളോയുടെ. അപ്പോൾ അതിൻ്റെ മൈലേജ് ഇപ്പോൾ കാണിക്കുന്നത് ഏകദേശം 21.1-ലാണ്. വണ്ടി ഇപ്പോൾ മൂവ് ചെയ്യുന്നത് 40 കിലോമീറ്റർ സ്പീഡിലും 3rd ഗിയറിലുമാണ്. അപ്പോൾ 4th ഗിയറിലേക്കുള്ള അപ്ഷിഫ്റ്റ് ആരോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൈലേജ് 21.2 ആ റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു സ്പീഡിൽ, അതായത് 50 കിലോമീറ്റർ സ്പീഡിലാണ് എനിക്ക് ഈ മൈലേജ് കിട്ടുന്നത്. ശരിക്കും 1 ലിറ്റർ പോളോ ആക്കിയപ്പോഴത്തേക്ക് 1 ലിറ്റർ എഞ്ചിൻ ആക്കിയപ്പോഴത്തേക്ക് ഫോക്സ്വാഗൻ്റെ പോളോയ്ക്ക് ഇപ്പം നല്ല മൈലേജാണ് വരുന്നത്. മുമ്പുള്ള പോളോയിൽ മൈലേജ് കുറവാണ് എന്നുള്ളൊരു പരാതി ഒരുപാട് കസ്റ്റമേഴ്സിനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ 5th ഗിയറിലാണ് ഇപ്പോൾ ഞാൻ വണ്ടി മൂവ് ചെയ്യുന്നത്. അത് ശരിക്കും 40 കിലോമീറ്റർ പെർ അവറിലാണ് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 21 മൈലേജ് വണ്ടിക്ക് കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ സ്മൂത്ത് ആക്സലറേഷൻ ആണെന്നുണ്ടെങ്കിൽ 20+ മൈലേജ് പോളോ പെട്രോള് കിട്ടുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ അതിന് മേളിലോട്ടോ ഓട്ടോ ഉള്ള ആൾക്കാർക്കാണ് ഡീസൽ വണ്ടി എടുക്കുന്നതുകൊണ്ട് ഒരു ഉപകാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു നിഗമനത്തിലെത്തിയത്. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ നേരെ തിരിച്ചാണ്. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ഏകദേശം ഒരുപോലാണ്. അപ്പോൾ ആ സമയത്ത് ഒരു 15,000 കിലോമീറ്റർ എങ്കിലും ഒരു വർഷം ഓട്ടമില്ലാത്ത ഒരു കസ്റ്റമർ ഡീസൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വളരെ നഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒന്നാമത് തന്നെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡീസൽ വണ്ടിക്ക് പെട്രോൾ വണ്ടീനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരു 2 lakhs എങ്കിലും പെട്രോളും ഡീസലുമായിട്ടുള്ള വണ്ടികളിൽ വ്യത്യാസമുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 lakhs, അതായത് അധികമായിട്ട് നിങ്ങൾ ഇടുന്ന 2 lakhs ലോൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ തന്നെ കൊടുക്കേണ്ടി വരും. സോ അപ്പം എനിക്കിതാ പറയാനുള്ളത്. ഇപ്പം നമുക്ക് മൈലേജ് അത്യാവശ്യം കിട്ടുന്നൊരു വണ്ടിയാണ് പോളോയുടെ പെട്രോൾ. ഇപ്പോൾ 1 ലിറ്റർ 19 അല്ല ആ റേഞ്ചിൽ മൈലേജ് വരുന്നുണ്ട്, അല്ല അതിന് മേപ്പോട്ട് മൈലേജ് വരുന്നുണ്ട് ഓൺ റോഡ്. ഈ ഒരു കാര്യം പറഞ്ഞത് ഫോക്സ്വാഗനെ ബേസ് ചെയ്ത് മാത്രമല്ല, വേറെ ഏത് കാറാണെങ്കിലും ബേസ് ചെയ്ത് പറഞ്ഞത്. കാര്യം പെട്രോളിനും ഡീസലും വില ഏത് ബ്രാൻഡാണെങ്കിലും ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പോളോ പെട്രോള് ഇപ്പോൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മുമ്പ് 2010 മുതൽ പോളോ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് 1.2 ലിറ്ററാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ മൈലേജ് കിട്ടുന്നതും അതുപോലെ തന്നെ എന്നാൽ 1 ലിറ്റർ ആയതുകൊണ്ട് എഞ്ചിൻ്റെ കാര്യക്ഷമതയിൽ വളരെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 75 PS ആയിരുന്നത് 76 PS ആക്കിയിട്ടാണ്
വണ്ടി ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ഇനിഷ്യലി കിട്ടുന്നുണ്ട് വണ്ടിക്കകത്ത്. സോ അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ തീർച്ചയായിട്ടും മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് വണ്ടീനെ കുറ്റം പറയാതെ തീർച്ചയായിട്ടും ഡയറക്റ്റ് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. കാര്യം ഫോക്സ്വാഗൻ എല്ലാവർക്കും ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും ടെസ്റ്റ് ഡ്രൈവ് റിക്വസ്റ്റ് ഫോമിൽ എഴുതി തരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫോക്സ്വാഗൻ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കണമെന്ന് തന്നെയാണ് ഫോക്സ്വാഗൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഒരു വണ്ടി ഹാഷ് ബാക്ക് വണ്ടി നോക്കാൻ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു 6 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ ഫോക്സ്വാഗൻ്റെ വണ്ടിയും കൂടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കുക. അതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടും സേഫ്റ്റിയും എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ മൈലേജ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. സർവീസ് കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നേരിട്ട് തന്നെ മനസ്സിലാക്കുക. ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. Volkswagen.